ബോഡി ഷേമിംഗ് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന കർശന നിലപാടുമായി ഹൈക്കോടതി രംഗത്ത് വരികയാണ്. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ പരാമർശം. തടിച്ചതാണ്, മെലിഞ്ഞതാണ്, പൊക്കമില്ല, പൊക്കം കൂടുതലാണ്, ഇരുണ്ടതാണ്, കറുത്തതാണ് എന്നൊക്കെ ഒരാളുടെ ശരീരത്തെക്കുറിച്ച് പറയുന്നത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടാകാനുള്ളതുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കണം. അതാണ് ജീവിതം. നമ്മുടെ ശരീരം മാറും, മനസ്സ് മാറും, സ്വഭാവവും മാറും. മറ്റുള്ളവരെ കുറിച്ച് കമന്റ് പറയുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്നും ഹൈക്കോടതി പറയുന്നു. നിങ്ങളൊരു സ്ത്രീയെ അവരുടെ ബാഹ്യരൂപം കൊണ്ടാണ് വിലയിരുത്തുന്നതെങ്കിൽ അവരെയല്ല, നിങ്ങളെ തന്നെയാണ് നിർവചിക്കുന്നതെന്ന് അമേരിക്കൻ പ്രഭാഷകൻ ഡോക്ടർ സ്റ്റീവ് മറോബോലിയയുടെ വാക്യങ്ങൾ ഉദ്ധരിച്ചാണ് ജാമ്യം അനുവദിച്ച ഉത്തരവ് ആരംഭിക്കുന്നത്. ബോബിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുകയാണെന്നും കോടതി വിലയിരുത്തുന്നു. നിറത്തിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും അവഹേളനം നേരിട്ടതായി പരാതിപ്പെട്ട നവവധുവിനെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഭർത്താവിന്റെ മാനസിക പീഡനം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പറശ്ശേരി ബഷീറിന്റെയും ഷെമിനയുടെയും മകളായ ഷഹന മുംതാസ് ആണ് മരിച്ചത്. കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ BSc 1ാം വർഷ വിദ്യാർത്ഥിയുമാണ്. 2024 മെയ് 27-ന് മൊറയൂർ പൂന്തലപ്പറമ്പ് സ്വദേശിയുമായി നിക്കാഹ് കഴിഞ്ഞിരുന്നു. പിന്നീട് വിദേശത്തേക്ക് പോയ ഭർത്താവ് ഫോണിൽ വിളിച്ച് നിറത്തിന്റെ പേരിൽ മാനസിക പീഡനം നടത്തിയതായി ഷെഹന പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. ഖബറടക്കം ഇന്ന് 8-ന് കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദിൽ നടക്കുകയും ചെയ്തു.